ടർബോ ഭയങ്കര സംഭവമാണെന്നൊക്കെ പറഞ്ഞ് റിലീസ് ആക്കിയിട്ട് അത്ര വലിയ സംഭവമൊന്നും അല്ല എന്ന് അശ്വന്ത് കോക്ക് ഒന്ന് പറഞ്ഞപ്പോ മമ്മൂട്ടി കമ്പനി എന്ന് പറഞ്ഞ കമ്പനി അയാളുടെ പോസ്റ്റ് എന്തോ തന്നേന്റെ ഒരു പടം ഉപയോഗിച്ച് ടേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയ നാണക്കേടായി പോയി. പടം വലിയ ഗുണമൊന്നും ഇല്ല എന്നുള്ളത് അതിന്റെ ഈ എന്താ പറയുക മമ്മൂട്ടിയെ കൊണ്ട് ഒരു ആക്ഷൻ മൂവി ചെയ്യിക്കാൻ ഇറങ്ങുമ്പോൾ തന്നെ അറിയാം. പിന്നെ ഇപ്പോഴത്തെ ഒരു സ്റ്റാർ വാല്യൂ വെച്ചിട്ട് ഫാൻസുകാരെയൊക്കെ പറ്റിക്കാൻ ചെയ്തൊരു സാധനം അതിൽ കൂടുതലൊന്നും സംഭവിച്ചിട്ടില്ല. ട്രെയിലർ കണ്ടപ്പോൾ നല്ല രസമുണ്ട് കാണാൻ, നല്ല ഉഗ്രൻ ട്രെയിലർ, ഹിറ്റ് ആകും, അത് സംഭവമൊക്കെ ശരിയായി, പൈസയൊക്കെ കിട്ടും. പക്ഷെ ഒരു വാല്യൂ ഉള്ള സിനിമയൊന്നും അല്ല, വെറും എന്താ പറയുക വെറും തല്ലുപടം എന്നൊക്കെ പറയുന്ന പോലത്തെ. പിന്നെ മമ്മൂട്ടിയുടെ കുറെ പൊട്ട ആക്ഷനും ഇങ്ങനത്തെ മാസ് ഹീറോയിക് സാധനങ്ങളൊക്കെ കാണിച്ച് ഈ മണ്ടന്മാരെ എന്റർടൈൻ ചെയ്യാനായിട്ട് ചെയ്യുന്ന ഒരു പടം. അത് ആദ്യത്തെ ഒരു 3 ദിവസം കുഴപ്പമില്ലാതെ ഓടും, എന്നിട്ട് വലിയ കാര്യമൊന്നും ഇല്ലാതെ പോവും. മറ്റേ ഭ്രമയുഗവും അതൊന്നും ഓടിയ പോലും ഓടത്തില്ല. അപ്പൊ അത് ആദ്യത്തെ ഒരു 1-2 ഷോ കഴിയുമ്പോൾ അത് തീരും. ഇന്നൊന്നും തിയേറ്ററിൽ അങ്ങനെ ഭയങ്കര വലിയ ആളൊന്നും കാണത്തില്ല. കാരണം ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ട് ടിക്കറ്റ് എടുത്തത് രാവിലെ തന്നെ ടിക്കറ്റ് എടുത്തു, വൈകിട്ട് ഞാൻ പോകാനിരുന്നില്ല. പിന്നെ എനിക്ക് ഈ പടം കാണുന്നതിൽ താല്പര്യമൊന്നും ഇല്ലാന്ന്, അത് പോയില്ല. ചില സാങ്കേതിക കാരണങ്ങളാൽ അങ്ങനെ നിർബന്ധമൊന്നും ഇല്ലാത്തതുകൊണ്ട് പോകാനൊന്നും ശ്രമിച്ചുമില്ല. അതുകൊണ്ട് എനിക്ക് ആ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. കണ്ട ആള് പറയുന്നത് കേട്ടാൽ ചിരിച്ചാവുക. ഇന്നലെ ലൈവില് ഞങ്ങൾ ലൈവൊക്കെ ഇട്ടപ്പോൾ അയാൾ പറയുമായിരുന്നു ഈ അടി അങ്ങോട്ട് തുടങ്ങിയിട്ട് തീരുന്നില്ല. അയാൾക്ക് തന്നെ തോന്നി തീരുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിരുന്നപ്പോ മമ്മൂട്ടിയുടെ ഡയലോഗ് ഉണ്ടത്ര, ഇതൊന്നും തീരുന്നില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു സാധനമായത്. പിന്നെ ഈ പടത്തിന് ഒരു സർട്ടിഫിക്കറ്റ് വേണ്ട. സർട്ടിഫിക്കറ്റ് വേണോ, എത്ര ഏജ് റെസ്ട്രിക്ഷൻ വേണമെന്ന് എനിക്ക് അറിയത്തില്ല. എന്നാലും വയലൻസ് ഉള്ള സിനിമയാണ്, കൊച്ചു കുട്ടികളൊക്കെ ഇരുന്ന് കാണുന്നുണ്ട്. എന്റെ ഈ സുഹൃത്തിന്റെ മകൻ ഒരു സീൻ കണ്ടപ്പോൾ തൊട്ട് ആ സിനിമയെ നോക്കിയിട്ടില്ലെന്നാ പറയാൻ. ആ സ്ക്രീനിലോട്ട് പിന്നെ നോക്കിയില്ല, അതിന് ഇഷ്ടപ്പെട്ടില്ല. അപ്പോ ഒരുപാട് കുട്ടികൾ ഈ സിനിമ കാണുന്നുണ്ട്. കുട്ടികളായിട്ട് ഫാമിലി ആയിട്ട് പോയി കാണാൻ കൊള്ളുന്ന പടമല്ല. ജയിലർ എന്ന് പറയുന്ന സിനിമ വന്നപ്പോൾ ഇതേ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ഇച്ചിരി വയലൻസ് ഒക്കെ ഉണ്ട്. അത് കൊച്ചുങ്ങളെയൊക്കെ എന്തോ കൊല്ലാൻ കൊണ്ടുപോകുന്ന പോലത്തെ സീനൊക്കെ കാണിച്ച് ചെറിയ സസ്പെൻസ് ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ കുട്ടികൾക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല, പലർക്കും ഒരു ബുദ്ധിമുട്ടാണ് ഉണ്ടായേക്കുന്നത്. അപ്പോ ഈ പടം കുട്ടികളായിട്ട് പോയി കാണണ്ട, അങ്ങനെ ആരും റെക്കമെൻഡ് ചെയ്യരുത്. പ്രത്യേകിച്ച് കുട്ടികളായിട്ട് പോയിട്ടുള്ള പേരൻസ് ഉണ്ട്, പറയേണ്ട ഒരു കാര്യമാണ്. ഈ രീതിയിലുള്ള കുറെ വയലൻസ് ഒക്കെ കാണിക്കുന്ന സിനിമകൾ കുട്ടികൾ ഒരിക്കലും കാണേണ്ടാത്ത കാഴ്ചയൊക്കെ ഒന്നും പിള്ളേരെ കാണിക്കേണ്ട കാര്യമില്ല. അവർക്ക് കാർട്ടൂണും ആവശ്യത്തിന് വേറെ എന്റർടൈൻമെന്റ് ഒക്കെ ഉണ്ട്. ജയിലർ ഇറങ്ങിയപ്പോഴും ഞാൻ ഇതേ കാര്യം പറഞ്ഞിരുന്നു. പക്ഷെ അന്ന് ആരും ഒന്നും മൈൻഡ് ചെയ്തില്ല. ഇതിനെല്ലാം ഒരു റെസ്ട്രിക്ഷനും ഇല്ല, കുട്ടികളൊക്കെ കയറുന്നുണ്ട്. ഈ പറഞ്ഞ നാശിച്ച കുറെ പൊട്ടന്മാർ ഇങ്ങനത്തെ മണ്ട സിനിമകളൊക്കെ പിള്ളേരെ കാണിക്കും. റോക്കി ബായ് എന്നൊക്കെ പറഞ്ഞ് കൊച്ചു പിള്ളേർ ഇങ്ങനെയൊക്കെ കാണുന്നത് കാണിക്കുകയും ഒക്കെ ചെയ്യും. ഇനിയിപ്പോ ടർബോ ജോസ് വരുമെന്ന് അറിയത്തില്ല. പക്ഷെ പിള്ളേർ ഇത് കാണുന്നത് നല്ലതല്ല, പിള്ളേർക്ക് ഇത് അത്ര എന്റർടൈനിങ് അല്ല. ഇമാതിരി പടമൊന്നും എന്തുകൊണ്ടാണ് ഈ ഏജ് റെസ്ട്രിക്ഷനോടുകൂടി തിയേറ്ററിൽ പ്രദർശിപ്പിക്കാത്തതെന്ന് എനിക്കറിയത്തില്ല. ഇന്നലെ പോയ കുട്ടികളെല്ലാം തിയേറ്ററിൽ കയറിയിട്ടുണ്ട്. അപ്പോ ഇതിനകത്ത് പ്രശ്നമുണ്ട്. അങ്ങനെയൊക്കെ വയനാട് അശ്വന്ത് കോക്ക് എന്തോ ഒരു പോസ്റ്റ് ഇട്ടെന്ന് പറഞ്ഞ് അത് ടേക്ക് ഡൗൺ ചെയ്യുക. നാറികൾ, നാണമില്ലാത്തവന്മാരാ, ഭയങ്കര നാണക്കേടായി. ഈ നാണക്കേട് എങ്ങനെയാന്ന് ചോദിച്ചാൽ അതിനകത്ത് വന്ന കമന്റ് ആണ്. മമ്മൂട്ടി ഇങ്ങനെ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്, എല്ലാവർക്കും അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ടേ ഈ പടം ഒരു ഇച്ചിരി മോശം പടമാണെന്ന് അറിയാം. അതുകൂടാതെ അതിന് മോശം ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ ആ പോസ്റ്റ് ടേക്ക് ഡൗൺ ചെയ്യുക എന്ന് പറഞ്ഞാല് പിന്നെ മമ്മൂട്ടി കമ്പനിയിൽ നിന്ന് ഒരു ചാനലിൽ നിന്ന് അങ്ങനെ ഒരു എന്താ പറയാ റിപ്പോർട്ട് കോപ്പിറൈറ്റ് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ മമ്മൂട്ടി ഒന്നും അറിയാതെ അവിടുത്തെ ഏതെങ്കിലും ഒരു ചെറിയ പയ്യൻ വിചാരിച്ചാൽ നടക്കത്തില്ല. അത് അവിടുത്തെ ആരൊക്കെയാണോ മെയിൻ ആൾക്കാർ അവരെല്ലാരും കൂടെ കുറച്ച് സമയം എടുത്ത് ഡിസൈഡ് ചെയ്ത പരിപാടിയാണ്. ഇത് കഴിഞ്ഞിട്ട് കോക്കിനെ വിളിച്ച് പറഞ്ഞെന്ന് ആരാണ്ട് അത് കയ്യബദ്ധം പറ്റിയതായിരിക്കും എന്ന്. പിന്നെ ഇങ്ങനെ തൊടുമ്പോണ്ട് പോകുന്ന സാധനമല്ല റിപ്പോർട്ട് അടിക്കാന്ന് പറഞ്ഞാൽ, അത് ഇച്ചിരി പണിയുള്ള പണിയാണ്. അതും പ്രത്യേകിച്ച് ഈ തമ്മിലിട്ടൊക്കെ അടിക്കണമെന്നുണ്ടെങ്കിൽ പ്രത്യേകം മെയിൽ അയക്കണം യൂട്യൂബിന്. ടേക്ക് ഡൗൺ റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി മെനക്കേടാ. അത് ഇങ്ങനത്തെ ചില നാറികൾ ചെയ്യും, ഭയങ്കര നാറികളായി പണിക്ക് നിൽക്കുന്നത്. അതായത് കെൽപ്പില്ലാത്ത നാറികൾ എന്ന് പറയും. ഈ എന്താ പറയാ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് പറയുന്ന കാര്യം ശരിയായിരിക്കും, എന്നാൽ ഇവർക്ക് അതിന് പ്രതികരിക്കാൻ ഒന്നും ഉണ്ടാകത്തുമില്ല. ഈ പറഞ്ഞ കാര്യത്തിൽ ഇവർ പരാജയപ്പെട്ടെന്ന് ഉറപ്പ് വന്നാൽ വേറെ ഒരു നിവൃത്തിയില്ലെങ്കിൽ ചെയ്യുന്ന ഒരു പരിപാടി കോപ്പിറൈറ്റ് അടി അങ്ങനത്തെ കേസ് കിട്ടുക ആരൊക്കെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം അങ്ങനെയാണ്. ശരിക്കും പറഞ്ഞാൽ കളിയാക്കുന്നുണ്ട് ഇപ്പൊ ഒരുപാട് പേര് കോപ്പിറൈറ്റിനെ വെച്ചോണ്ട്. എന്തിനും തൊട്ടനും പിടിച്ചെല്ലാം കോപ്പിറൈറ്റ്. ഈ യൂട്യൂബ് കുറച്ചാൽ ഈ കോപ്പിറൈറ്റ് ഒരുപാട് നിർത്തുമായിരിക്കും ഒരുമാതിരിപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ. കുറച്ചുകൂടിയൊക്കെ റെസ്ട്രിക്ഷൻസ് കുറയ്ക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അല്ലാതെ ഇത് വെറും തറ രീതിയിലാണ് യൂസ് ചെയ്യുന്നതേ. അങ്ങനത്തെ കാര്യങ്ങൾ അത്ര നല്ലതല്ല. എന്താ പറയാ ഏറ്റവും അധപ്പതിച്ചു പോയ നിവൃത്തി കെട്ടവന്റെ ഒക്കെ ഉള്ളൊരു ഏറ്റവും അവസാനത്തെ ആയുധം എന്നൊക്കെ പറഞ്ഞ ഒരു സാധനമാണ്. ഏറ്റവും നിവൃത്തി കെട്ടും എന്നാൽ പിന്നെ ഇത് ഉപയോഗിച്ചേക്കാം. എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ കോപ്പിറൈറ്റ് അടിച്ചിട്ടില്ല.
അല്ലെ എന്റെ വീഡിയോ മുഴുവനോടൊക്കെ പലയിടത്തുകൊണ്ട് പോയിട്ടുണ്ട്, അത് ഒളിച്ചേറിയാണ്ട് കാരണമൊക്കെ പറയുന്നുണ്ട്. ഇനി എന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമൊന്നുമല്ല, നമുക്കറിയാലോ നമ്മളെന്താ പറയുന്നത്. അത് കേൾക്കുന്നവരൊക്കെ കേൾക്കുന്നുണ്ട്, അത് കേൾക്കാതെ വല്ലതും അപ്പുറത്തിൽ നാലെന്തിനും പറയുന്നുണ്ട് എന്റെ പ്രശ്നമല്ല. എന്നെ പറ്റി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എന്നെ ബാധിക്കുന്ന വിഷയമല്ല. അത് എന്ത് വന്നാലും അത് എന്തൊക്കെ കാണിച്ചിട്ടുണ്ട്, ഇത് ഞാൻ ഈ കാണിക്കുന്നവരുടെ വെച്ചിട്ട് ഇതൊക്കെ കുറവാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഇതൊന്നൊരു വിഷയമല്ല. ഇവിടെ ഉള്ളവർ പറയുന്നത് തന്നെ എനിക്കൊരു പ്രശ്നമേ അല്ല. കാരണം ആരെയും കൂടുതൽ പരിപാടിയും ചെയ്ത് നടക്കുന്നിടത്തിനോട് വന്നിട്ട് ചെറിയ ചെറിയ ഓരോ തെറി പറഞ്ഞൊക്കെ കളിയാക്കാൻ നോക്കി നടക്കുമോ? തീട്ടം തിരുന്ന മട്ടി കൂച്ചിന്റെ മണം അറിയത്തില്ല നേരിട്ടില്ലേ എന്ന് പറഞ്ഞ അവസ്ഥയാണ്. അയ്യോ, അപ്പൊ അങ്ങനെ എനിക്ക് പിന്നെ അതിന്റെ ആവശ്യമില്ല, ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. ഞാൻ ആദ്യമായിട്ടേ പറയുന്നുണ്ട്, ഈ കോപ്പറേറ്റ് അടിച്ചിട്ടുള്ള തോപ്പിക്കലൊന്നും എന്റെ അടുത്ത് നടക്കത്തില്ല. അത് എല്ലാവരും വന്ന് വല്ല എടുത്തിട്ട് പറയുന്നുണ്ടാവും, പറഞ്ഞോട്ടെ, കുഴപ്പമൊന്നുമില്ല. കള്ളം പറയുന്നത് പറഞ്ഞാൽ ഞാനത് കറക്റ്റ് ചെയ്ത് പറയാറുണ്ട്, തിരിച്ച് വീഡിയോ കിട്ടാറുണ്ട്. അതിൽ കൂടുതലൊന്നും ചെയ്യാറില്ല. ചില ആൾക്കാർ അങ്ങനെയല്ല, തോറ്റ് തുന്നം പാടി കഴിയുമ്പോൾ അല്ലെ പറഞ്ഞൊക്കെ പണി മേടിച്ച് കൂട്ടി കഴിയുമ്പോൾ പോയി കോപ്പിറൈറ്റ് അങ്ങനെ പലതും കാണിക്കാറുണ്ട്. പാവങ്ങള് നമുക്ക് മനസ്സിലാവും. അപ്പൊ അവരെ എനിക്കെല്ലാത്തിനും ഇവര് അറിയാം, ഇവരൊക്കെ ഇങ്ങനത്തെ ആൾക്കാരാണ്, ഇവരോടാണ് സംസാരിക്കാൻ പോകുന്നത്, അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് അതിനകത്ത് ചിലപ്പോൾ സംശയം തോന്നും, ഇവൻ ചിലപ്പോൾ ഇതും ചെയ്യുമായിരിക്കും, അങ്ങനെ തന്നെ ചെയ്യും. അപ്പോൾ നമുക്ക് 100% ഉറപ്പിക്കാം, എന്തോ അക്ഷരം തെറ്റാതെ ഒരു ഊളാനൊക്കെ വിളിക്കാൻ പറ്റുന്ന, ഊളാന്ന് മാറ്റി വേറെ എന്തെങ്കിലും വിളിക്കാൻ പറ്റുന്ന ടൈപ്പ് ആളാണ് ഇതിന്റെ അപ്പുറത്തിരിക്കുന്നതാണ്. ഇതൊന്നും കണ്ടാലും പറഞ്ഞാലും ഒന്നും പിന്നെ ഈ പറഞ്ഞ ആൾക്കാരുടെ ഒന്നും ഫോളോവേഴ്സിനോ അല്ല ഫാൻസിനോ ഒന്നും മനസ്സിലാകത്തില്ല. അവർ ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ കച്ചറ കേൾക്കാനും ഈ കുത്തിത്തിരിപ്പിൽ താല്പര്യമുള്ളവരൊക്കെ ആയിട്ടുള്ളവരാണ്. പിന്നെ ഈ പറഞ്ഞ ആളുകളുടെ കൂടെ ഈ മൊബൈൽ ഫോണിൽ കോൾ റെക്കോർഡിങ്ങുകാര്, പിന്നെ ലീക്കിങ്ങുകാര്, കോപ്പിറൈറ്റുകാര്, ഇങ്ങനെയുള്ളവന്മാരുടെ കൂട്ടത്തിൽ കൂടിയേക്കുന്നത്. അല്ലാത്ത ഒരു എന്താ പറയണ്ടേ, ഇപ്പൊ നമ്മൾ നേരിട്ട് സംസാരിക്കാന്ന് കരുതുക, എന്ത് കോപ്പിറൈറ്റ് അടിച്ച് ഇവന് എന്നെ ബ്ലോക്ക് ചെയ്യും? ഒന്ന് ആലോചിക്കണ്ടേ ഇതൊക്കെ. നമ്മൾ കാര്യം സംസാരിക്കുന്നേ ഉള്ളൂ, അല്ലാതെ വീട്ടിൽ കയറി ആക്രമിക്കുകയൊന്നും അല്ല ചെയ്തേക്കുന്നത്. ഒരു കാര്യം പറയുന്നു, അതിന് മറ്റേ വേറെ കാര്യങ്ങൾ പറയുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുന്നു. ഇപ്പൊ നേരിട്ടാണെങ്കിൽ പോലും എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്ന കാര്യമാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും അല്ല, അതിനപ്പുറത്തോടൊന്നും സംസാരിക്കാൻ നേരിട്ട് ഇതിൽ കൂടുതൽ തെറിയൊക്കെ പറയാൻ പറ്റും. ഇതിനകത്ത് അത്രയും പോലും പറയത്തില്ല, മനസ്സിലായി. ഒരു വാക്ക് മാത്രമേ ഞാൻ ഈ എന്താ പറയുക അത് യൂസ് ചെയ്തിട്ടുള്ളൂ. അത് ഭയങ്കരമായ ഒരു തെറിയായിട്ടൊന്നും കൺസിഡർ ചെയ്യുന്ന സാധനമേ അല്ല മലയാളികൾ. ഈ മൈൻ എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന, കൊച്ചുപിള്ളേ വരെ സിനിമ വരെ യൂസ് ചെയ്തിട്ടുള്ള വാക്കുകളാണ്. അത്രേ ഉള്ളത്, അതിന് വലിയ അർത്ഥമൊന്നുമില്ല. അപ്പൊ അതല്ലാത്ത വേറെ ഒരു വാക്ക് ഞാൻ ഉപയോഗിക്കാറില്ല. പിന്നെ വർത്താനം പറയുന്നതിനകത്ത് ചിലപ്പോൾ വേറെ ഒരാളെ കളിയാക്കുമ്പോൾ ഫീൽ ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാൻ അറിയാം. അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര ഫീലിങ്സ് ഒക്കെ അടിച്ച് ഇങ്ങനെ എന്താ പറയണ്ടേ, ഗതികെട്ട് ഇതിനൊന്നും പറ്റാത്ത ആൾക്കാർ എന്തിനാ ഇങ്ങോട്ട് വരുന്നത് പോലും എനിക്കറിയത്തില്ല. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്ന് സംസാരിക്കുക, ഇടപെടുക, എന്നിട്ട് ലാസ്റ്റില് ഇങ്ങനെ മോങ്ങുക, കോപ്പിറൈറ്റ്. എന്തിനാ ഈ മമ്മൂട്ടി മേടിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല ഇപ്പോഴും. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, ഈ ടർബോയുടെ ട്രെയിലർ നല്ല രസമുണ്ട് കാണാൻ. ട്രെയിലർ കിടനായിരുന്നു, പടവും സൂപ്പർ ആയിരിക്കും എന്നൊക്കെ തോന്നും. പക്ഷെ മമ്മൂട്ടിയെ കൊണ്ട് ആക്ഷൻ പറ്റത്തില്ല. അപ്പോ എന്താ പറ്റുന്ന വെച്ചാൽ ഇത് ഒരുപാട് ആക്ഷൻ ഉള്ളതുകൊണ്ട് മമ്മൂട്ടിയുടെ പഴയ പരിപാടികൾ, സ്ഥിരം പരിപാടി, ട്യൂബുകള് ചാടി പറന്ന് തെറിച്ച് കറങ്ങി, ഇതാണല്ലോ ഫൈറ്റ്. ഇതൊക്കെ ഫൈറ്റ് ആണെന്ന് തോന്നും ആളുകൾ. പക്ഷെ നല്ല ഫൈറ്റ് സിനിമ കാണുമ്പോൾ ഇങ്ങനല്ല, ഫൈറ്റ് മൂവീസ് ഇങ്ങനെയല്ല. അതിനകത്ത് നായകനായിരിക്കും ഏറ്റവും കൂടുതൽ തെറിക്കുകയും ചാടുകയും കറങ്ങുകയും ചെയ്യുന്നത്. ശ്രദ്ധിച്ചറിയാം, ഇതിങ്ങനെ കറങ്ങി തൊഴിക്കും. അപ്പോഴും അവര് തെറിച്ചൊക്കെ വീണാൽ മതി. നായകനാണല്ലോ ഫൈറ്റ് ചെയ്യേണ്ടത്, അല്ലെ കൂടുതൽ പ്രാധാന്യം. ഇവിടെ അങ്ങനല്ല, മൊത്ത സ്ഥാനം വില്ലന്മാരുടെയും മറ്റേ ഇവിടെ നേരത്തിരിക്കും. ഗ്രൂപ്പുകളാണ് അതെല്ലാം. പിന്നെ നായകൻ ചാടിയാലും അത് ഗ്രൂപ്പ്. ഇപ്പൊ ടോം ക്രൂസ് ഒക്കെ ഈ പ്രായത്തിൽ ഇത്രയും ചെയ്യുന്നുണ്ടോ, മമ്മൂട്ടി ഈ പ്രായത്തിൽ ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ ടോം ക്രൂസ് ചെയ്യുന്ന പോലെ അല്ല മമ്മൂട്ടി ചെയ്യുന്നത്. ടോം ക്രൂസ് ഒക്കെ ചെയ്യുമ്പോൾ ബൈക്കൊക്കെ ആൾ തന്നെ ഓടിക്കുന്നു, അല്ലെങ്കിൽ ചാടി മറിഞ്ഞാൽ അയാളെ കൊണ്ട് പറ്റും. പല സാധനങ്ങളും അവർ ചെയ്ത് കാണിക്കും. പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ ഒന്ന് കുനിയാൻ പോലും പറ്റാത്ത ആൾക്കാരൊക്കെ വെച്ചോണ്ട് ഫൈറ്റ് പടം എടുക്കാൻ വന്നവനെയൊക്കെ എന്താ ചെയ്യേണ്ടത്? അത് ഈ സ്റ്റാർ വാല്യൂ, അല്ലെങ്കിൽ ഇപ്പൊ കുറച്ചു പേര് സിനിമകളൊക്കെ നല്ല സംവിധായകന്മാരൊക്കെ ചെയ്ത് വിജയിച്ചു, മമ്മൂട്ടിക്ക് നല്ലൊരു വാല്യൂ ഉണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ ഉടനെ നമുക്കൊരു തട്ടുപൊളിപ്പം പടം എടുത്ത് ഇങ്ങനെയുള്ള ഓരോ ഊളകളെ എന്റർടൈൻ ചെയ്യാന്നുള്ള ധാരണയിലാണ് വരുന്നത്. പക്ഷെ ഇങ്ങനത്തെ സിനിമകൾ എപ്പോഴും ഒരു വേരുദോഷമാണ്. അങ്ങനെയൊക്കെ എടുക്കുമ്പോഴാണ് ഈ പറഞ്ഞ അശ്വൻ തോക്കിന്റെ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്യാൻ റിപ്പോർട്ട് അടിക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ കോപ്പിറൈറ്റ് അടിക്കേണ്ടി വരുന്നത്. ആ ഗതികേടിൽ എത്തിയൊരു സിനിമയാണ് ഈ ടർബോ. ആ ഗതികേടിൽ മമ്മൂട്ടി എത്തിച്ചൊരു സിനിമയാണ് ടർബോ. മമ്മൂട്ടി ഈ ഗതികേടിൽ നിന്ന് ഇനി കുറച്ചാളായിരിക്കും കര കയറാൻ. മമ്മൂട്ടിയുടെ എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ടുള്ള ഒറ്റ പടം ഹിറ്റാകത്തില്ല. ഈ ബസുക്ക് എന്നൊക്കെ പ്രധാനം 8 നില പൊട്ടിത്തെറിക്കും. എന്നുവെച്ചാൽ ഇതുപോലത്തെ പടം അതൊക്കെ. ഇങ്ങനത്തെ പടം മമ്മൂട്ടിക്ക് പറ്റത്തില്ല. മമ്മൂട്ടിയെ കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ട് മമ്മൂട്ടിയുടെ മാസ്ക് ഫിറ്റ് വേറെ ഇറക്കി വിടുന്ന പോലെ ആര് വന്നിട്ട് എന്തിനായി കഷ്ടപ്പെടുന്നത്? ആ പ്രമേയം പോലത്തെ പടത്തിനകത്തൊക്കെ അഭിനയിച്ചിട്ടുള്ള ആളുണ്ടല്ലോ, അതൊക്കെ മതി. കണ്ണു സ്പോട്ടിനകത്തും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പൊ അങ്ങനത്തെ കുറച്ച് സിനിമകളൊക്കെ ഹിറ്റായി കഴിഞ്ഞപ്പോ ഇറങ്ങിയപ്പോ പിന്നെയും ഈ ക്യുവാവാൻ മറ്റേ വിന്റേജ് ലാലേട്ടൻ വരുന്ന പോലെ വിന്റേജ് മമ്മൂട്ടി എന്ത് കാര്യത്തിന്? അതിന്റെ ആവശ്യമില്ലാത്ത ഒരാള്. പിന്നെ മമ്മൂട്ടി കമ്പനിയാന്നൊക്കെ പറഞ്ഞാലും ചിലപ്പോൾ അടുത്ത ലിജോ ജോസായിട്ട് വലിയ പടം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അത് പൊട്ടും. പിന്നെ ബസൂക്ക പൊട്ടും. പിന്നെ വേറെന്തോ വരുന്നത് എനിക്കറിയത്തില്ല.
കണ്ടറിയാം ഇത് ഒട്ടും വിജയിക്കുമെന്നൊക്കെ. ഈ ടർബോ ഒക്കെ ആവറേജ് പടം, അത് ഒന്നുമില്ല തിയേറ്ററിൽ നിന്ന് കുറച്ച് കളക്ഷൻ ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ഒരു വലിയ ഭയങ്കര സംഭവം ഒന്നും ആകത്തില്ല, 100-200 കയറാനൊന്നും പോകുന്നില്ല. പിന്നെ ഈ മഴയും കൂടെ വന്നപ്പോഴത്തേക്കും വരുമാനപ്പെട്ടവരൊക്കെ തിയേറ്ററിലൊക്കെ വരുന്ന കുറവാണ്. ചൂടായതുകൊണ്ട് കഴിഞ്ഞിടയ്ക്കൊക്കെ തിയേറ്ററിൽ കയറി ആൾക്കാർ ഇരുന്നപ്പോൾ ആടുജീവിതമൊക്കെ കുറച്ച് കാശുണ്ടാക്കി. ചൂടത്ത് AC കയറി ഇരിക്കാൻ വേണ്ടി ചില ടിക്കറ്റ് എടുത്തിട്ട് ഉറങ്ങിക്കളഞ്ഞു ആടുജീവിതം കാണും. അപ്പൊ അങ്ങനെ ബ്ലസ്സിക്കും പൃഥ്വിരാജിനും കുറച്ച് പൈസ കിട്ടി പറഞ്ഞു കേട്ട് ഉറങ്ങാൻ വന്നവരുടെ കാശ് ഇതിന് അതും കിട്ടത്തില്ല. കാരണം ഇപ്പൊ ആർക്കും ലുലുമോളിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, കാരണം AC-യിലൊന്നും പോയി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ, ചൂടത്താണല്ലോ ഈ ലുലുമോളിൽ ഇടിച്ച് കയറുന്നത് എല്ലാവരും. അപ്പൊ നമുക്ക് അവിടെ എല്ലാ ദിവസവും പോകുന്ന ആൾക്കാർക്ക് അറിയാം ഏത് ദിവസമാണ് ആൾ കൂടുന്നത്. ചൂടാണ്, ഇന്ന് ആൾ കൂടും, ഇന്ന് ഇവിടെ കുറച്ച് ആൾ കൂടുതലായിരിക്കും, ആ ഫുഡ് കോർട്ടിൽ ഒത്തിരി ആൾക്കാർ കാണാൻ പറ്റും. അതേസമയം ഈ ഇപ്പൊ ചെന്ന മഴയാണ്, നല്ല തണുപ്പത്തൊക്കെ ഇരിക്കുന്ന ആളുകളൊന്നും വീട്ടിൽ നിന്ന് ഇറങ്ങാതിരുന്ന് വീട്ടിൽ തന്നെ വലിയ പ്രശ്നമില്ലെങ്കിൽ ലുലുമോളിലോട്ടുള്ള ഇറക്കം കുറവാണ്. കൂടുതൽ പേരും ഷോപ്പിങ്ങിനല്ലല്ലോ അവിടെ വരുന്നത്. അപ്പോ അങ്ങനെ തിയേറ്ററിൽ ആൾ കുറവാ. പെട്ടെന്ന് ഈ നെഗറ്റീവ് അടിച്ചപ്പോഴത്തേക്കിന് പ്രത്യേകിച്ച് കോക്കിനെ പോലത്തെ ആളുടെ റിവ്യൂ ഒക്കെ എടുത്ത് മാറ്റേണ്ട ഗതികേട് വന്നെന്നൊക്കെ പറയുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ആലോചിക്കും ഇനി ഈ പടത്തിന് പോകണോ. കാരണം അവന്മാർ അത്രയ്ക്ക് പേടിക്കേണ്ട ആവശ്യമുണ്ടോ? കോക്കിന്റെ റിവ്യൂ ടർബോ വലിയ മമ്മൂട്ടിയാണ്, മമ്മൂട്ടി കമ്പനിയാണ്, മമ്മൂട്ടി മെഗാ സൂപ്പർ കോപ്പ എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് കോക്കിന്റെ ഒരു റിവ്യൂ ചെയ്യുന്ന ഒരാളുടെ വീഡിയോ യൂട്യൂബിൽ നിന്ന് ടേക്ക് ഡൗൺ ചെയ്യേണ്ട ഗതികേടിലെത്തിയിട്ടുണ്ടെങ്കിൽ അവർ എത്രത്തോളം പന്ന പടമായിരിക്കും എന്ന് മനസ്സിലാക്കുന്നത്. കോക്കിനെ പേടിക്കത്തൊന്നുമില്ലായിരിക്കും, പക്ഷെ പണം അത്രയ്ക്കും മോശമായതുകൊണ്ടായിരിക്കും കോക്കിന്റെ ഒക്കെ റിവ്യൂ ഒക്കെ ടേക്ക് ഡൗൺ ചെയ്തത്. മോശം പണം തന്നെയായിരിക്കും, ഒരു സംശയം വേണ്ട. കൂറ പരിപാടി ആയിരിക്കും പണം മൊത്തം. കോക്കിനെ അത്രയ്ക്ക് അങ്ങോട്ട് വലിച്ചു കീറാനാ. ഇതൊക്കെ ഞാൻ പോയി കണ്ടിരുന്ന ഞാൻ വൈകിട്ട് ഞാൻ പറഞ്ഞുതരാം എന്തോ അതിനകത്ത് അലമ്പ്. ചുമ്മാതെ ഇവന്മാര് പോയി കണ്ടവന്മാരെല്ലാം വെറുതെ തുള്ളിച്ചാട് മതിക്കുകയും ചെയ്യാൻ കുറെ എണ്ണത്തിനെ അവിടെ ഇറക്കിയിട്ടുമുണ്ട്. അതേ നടന്നിട്ടുള്ളൂ, അല്ലാതെ ഈ പടത്തിനകത്ത് വലിയ കാര്യമൊന്നും ഇല്ല. പിന്നെ ടർബോൺ എന്ന് പറഞ്ഞ് വന്നതിന്റെ അലർച്ച കേട്ടാലും അറിയാം ഏതൊരു ആൾക്കാർക്ക് ഈ പടം ഇഷ്ടപ്പെടുന്നതെന്ന്. ചുമ്മാ വൈറലാകാൻ വേണ്ടി കുറെ പേര് വരുന്നു, അവരെന്തൊക്കെയോ കാണിക്കുന്നു, അത്രേ ഉള്ളൂ. പടത്തിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടർബോ അണ്ണനെയാണ്, അല്ലാതെ ടർബോ ജോസിനൊന്നും അല്ല. ടർബോ ജോസിനെക്കാളും പവറാണ് ടർബോ അണ്ണനും ടൈഗർ അണ്ണനും. എന്നാ ഷോയാണ് തിയേറ്ററിന്റെ മുന്നിൽ കിടന്ന് എല്ലാവരും കണ്ടു ചിരിച്ചു. അതായത് ഇതിൽ കൂടുതൽ എന്റർടൈൻമെന്റ് ഉണ്ട് കേട്ടോ ഇവരുടെ പരിപാടി. ശരിക്കും പറഞ്ഞാൽ സിനിമ എന്ന് പറഞ്ഞാൽ വെറുതെ എന്തെങ്കിലും കാണിച്ചിട്ട് മറ്റേ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി വെച്ചിട്ട് മമ്മൂട്ടി കമ്പനിയുടെ യൂട്യൂബ് ചാനൽ കൊണ്ട് വന്നാൽ റിവ്യൂ എടുത്താൽ ഇതിൽ കൂടുതൽ പൈസ കിട്ടും മമ്മൂട്ടി കമ്പനിക്ക്. അല്ലേ, കാശ് പോകുന്ന പ്രശ്നം അതുകൂടെ അങ്ങ് ചെയ്യും. അപ്പൊ പിന്നെ കോക്കിന്റെ ഒന്നും എന്താ പറയാ റിവ്യൂ ടേക്ക് ഡൗൺ ചെയ്യേണ്ട ഗതികേട് അല്ല, അത്രയ്ക്ക് തരം താഴാനൊന്നും മമ്മൂട്ടി കമ്പനിക്കും മമ്മൂട്ടിക്കും ഒന്നും അതിന്റെ ആവശ്യം വരത്തില്ല അല്ലേ. പക്ഷെ ഞാൻ ഈ പറയാനുള്ള കാര്യം പറയാം, നമ്മളുടെ പരിപാടി കഴിഞ്ഞു, ഈ പടം ഫ്ലോപ്പാണ്. അടുത്തത് ഉറപ്പായിട്ട് ആൾക്കാർ കയറത്തില്ല. മമ്മൂട്ടിയുടെ പടങ്ങൾ ഇനി നിരത്തി പൊട്ടും, അതിന്റെ എല്ലാ സൂചനകളും കാണുന്നുണ്ട്. കാരണം ഇപ്പൊ ഇങ്ങനത്തെ കുറച്ച് പടത്തിനകത്ത് പോയി കൈവച്ചിട്ടുണ്ട്, ഉറപ്പിച്ചോ ഈ ഒറ്റ പടം കൊണ്ട് പേര് പോയി. അടുത്തതിന് കൂവും, ആൾക്കാർ കളിയാക്കാൻ തുടങ്ങി. ജിഹാദി എന്നൊക്കെ പറയുന്ന സാധനമൊന്നുമല്ല, അതൊന്നും വലിയ ഡയറിക്കത്തോ യേശത്തോളൊന്നും ഇല്ല. പക്ഷെ ഇത് യേശും. ഈ സിനിമ മോശമായി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതിനിപ്പോ ആരായാലും എന്ത്, മമ്മൂട്ടി ആണെങ്കിലും മോഹൻലാലാണെങ്കിലും രജനീകാന്താണെങ്കിലും ആരാണേലും പൊട്ട പടമായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ആരും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് അടുത്ത പടം ബസൂക്ക പൊട്ടും, എന്താണ് പൊട്ടും, പിന്നെന്തോ വേറെന്തോന്ന് എനിക്കറിയത്തില്ല. ഇമാരി തൊഴിഞ്ഞ പടത്തിലൊക്കെയാണ് മമ്മൂട്ടി കൊണ്ട് ഇനി അങ്ങോട്ട് അഭിനയിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോ ട്രോളി കൊല്ലും ആൾക്കാർ. കുറച്ച് ഇതിന്റെയൊക്കെ മറ്റേ എന്താ OTT റിലീസ് കഴിയുമ്പോഴത്തേക്കിന് മേടിച്ച് കൂട്ടും മിക്കവാറും. അല്ലാതെ ടർബോ ജോസിന്റെ പീടിക്ക് എത്ര കിൻഡൽ എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ വിളിച്ച് ചോദിക്കുന്നുണ്ട്, കളിയാക്കുക. കാരണം ഇയാളെങ്ങനെ ദേഷ്യം വരുമ്പോഴൊക്കെ ഇങ്ങനെ ഓന്നൊക്കെ ശബ്ദം കേൾക്കുമെന്ന്, മറ്റേ പുലിപുരനകത്ത് എന്നൊക്കെ വെച്ച പോലെ. അമ്മാര് തറപ്പടമൊക്കെ എടുത്ത് കുറച്ച് അതോടെ തീരുവാ കേട്ടോ. മമ്മൂട്ടി ഇനി ഇതുപോലത്തെ പരിപാടി പിടിക്കാൻ പോയാൽ ഔട്ടാ, ഫീൽഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ഒറ്റ പണം കിട്ടത്തില്ല. കാരണം മമ്മൂട്ടി ഇനി ഒന്നിനും കൊള്ളത്തില്ല അങ്ങനെയൊന്നും ചെയ്യാൻ. ഇപ്പൊ ഈ തിയേറ്ററിൽ ആൾക്കാർ വന്നതൊന്നും മമ്മൂട്ടിയുടെ ഗ്ലാമറും അല്ലെ മമ്മൂട്ടി ഇടിക്കുന്നതാണെന്നും വന്നവരൊന്നും അല്ല. ഇതിനു മുമ്പുള്ള ചില നല്ല സിനിമകളിൽ അഭിനയിച്ച് കുറച്ച് ആൾക്കാർക്ക് താല്പര്യം ഉള്ളതുകൊണ്ട് ഇതും ചിലപ്പോ നന്നായിരിക്കും എന്ന് തെറ്റിപ്പോയത് ആളുകൾക്ക്, മനസ്സിലായോ? അല്ലാതെ അമ്മേട്ടിയെ അങ്ങോട്ട് ഗ്ലാമറാക്കി 75 വയസ്സ് അത് അങ്ങനെയൊന്നും കാണാൻ കൂടെ ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ അയാൾക്ക് എത്ര വയസ്സായാലും നമുക്ക് എന്താ, അയാളെ വയസ്സിൽ എന്താ ചെയ്യാന്ന് ഇതാണോ ചെയ്യുന്നത്? അയാൾക്ക് വയസ്സുണ്ടെങ്കിൽ ആ വയസ്സിനനുസരിച്ച് ചെയ്താൽ മതി. അല്ലാതെ അയാൾ ചെറുപ്പക്കാരനാക്കണം, അയാൾ കുഞ്ഞുമാവയാണോ എന്നൊക്കെ പറഞ്ഞ് ആക്കാൻ പാടാം. അത് നടക്കുന്ന കാര്യമല്ല. പിന്നെ മമ്മൂട്ടിയെ കൊണ്ട് +2 സ്റ്റുഡന്റിന്റെ ഒരു കഥയും എടുക്കും എല്ലാവരും പോയി, അത്ര യുവമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ. മോഹൻലാലാണെങ്കിൽ പിന്നെ ജനിച്ചു വീണ പോലൊക്കെ അഭിനയിക്കും വേണം, അതൊക്കെ കരഞ്ഞിട്ട് കുഞ്ഞാവയെന്ന് പറഞ്ഞാൽ അതും അഭിനയിച്ച് കാണിക്കും പുള്ളി. അങ്ങനെ കുഞ്ഞാവായിട്ട് അഭിനയിക്കുന്ന മോഹൻലാലിന്റെ സിനിമ എടുക്കുക, അത്രയ്ക്ക് അങ്ങ് സഹിക്കാൻ മേലെങ്കിൽ എല്ലാവർക്കും. ഇവർക്കൊക്കെ അങ്ങ് ചെറുതാണോ എന്നാ തോന്നുന്നത്. മമ്മൂട്ടിക്ക് പറ്റിയ വേഷം മറ്റേ ഈ പറഞ്ഞ പ്രമുഖത്തിലൊക്കെ ഉള്ള സാധനമൊക്കെ അതുപോലത്തെ പടങ്ങൾ അതൊക്കെയാണെങ്കിൽ കറക്റ്റായിട്ട് പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആ സിനിമകൾ ഓടുന്നുണ്ട്. അതിനിടയിൽ കയറ്റിട്ട് ഇമാതിരി അയ്യേ അതെന്തോ എന്നിട്ട് പോയി കോപ്പറേറ്റ് അടിച്ചേക്കും നാണം കെട്ടവന്മാർ. അയ്യേ നാണമില്ലേ മമ്മൂട്ടി? എന്താണേ നാണം കെട്ടവനെ? അയ്യോ ഇങ്ങനെ ഉണ്ടോ നാണം കെട്ടവനൊക്കെ? ഏതാണ് അടിച്ചു തന്നാലും മമ്മൂട്ടിയോട് ചോദിക്കാതെ മമ്മൂട്ടി അറിയാതെ ഇവരെ നടക്കത്തില്ല. അതിന് മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെയ്തേക്കാൻ, അതാണ് സംഭവിച്ചത്.
മമ്മൂട്ടി അങ്ങനത്തെ കളിയാണ് കളിക്കുന്നത്. മുന്നേ ഈ പുറത്തൊക്കെ ഇറങ്ങിയിട്ട് പറയും എന്തോ എല്ലാവർക്കും ഭയങ്കര സ്വാതന്ത്ര്യം മറ്റേതാ മറിച്ചാന്ന്, എന്നിട്ട് മറിഞ്ഞിരുന്ന് അടിച്ചോളാൻ. എന്ത് നാണക്കേട് അതൊക്കെ. ഇതൊക്കെ കണ്ട ആർക്കും മനസ്സിലാകത്തില്ല. ആ ഇമേജ് ആയിപ്പോ ഇയാൾക്ക്. ഉള്ള കാര്യം പറയാമല്ലോ. ഒരുമാതിരി മൊണ്ണ പുറകിൽ നിന്നൊക്കെ കുത്തുന്ന ആളുണ്ടല്ലോ, അതുപോലത്തെ ഒരു സ്വഭാവമാണ് കാണിച്ചേക്കുന്നത്. അല്ല എന്തോ ഇത് വലിയ ഡയലോഗാ, ഭയങ്കര പുറത്തൊക്കെ വന്നിട്ട് അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ഇടയ്ക്ക് കുറച്ചാളായിട്ട് പറഞ്ഞു ഞാനോട് ശരിയായിരിക്കും, ഇയാൾ അങ്ങനെ ഇച്ചിരി മാറ്റം ഉണ്ടാവും വിചാരിക്കത്തില്ല, ഇച്ചിരി പ്രായമൊക്കെ ആയി. മറ്റേ പണ്ടൊക്കെ ഭയങ്കര ഷോ ഓഫ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഓക്കെ അയാളുടെ കാര്യങ്ങളാണ്. ഇത് പക്ഷെ അങ്ങനല്ല. ഇതിന്റെ ഒരു തരം താഴെ ഇങ്ങനത്തെ തരം താഴ്ന്ന പണി എന്ന് പറയുന്നത് ഞാൻ തിരിച്ചു കാണിച്ചിട്ട് പുറയുന്നു വന്ന് കുത്തുന്നതിനെ പോലെ ആ ഒരു നിലവാരമേ മമ്മൂട്ടിക്ക് ഇപ്പോൾ ഉള്ളൂ. മമ്മൂട്ടി അത്രയ്ക്ക് അതപ്പതിച്ചു പോയി, ഒറ്റ സാധനം കൊണ്ട് അതപ്പതിച്ചു പോയി. കാരണം ഇതിനെതിരെല്ലാം ഇതിനെ അപ്പുറത്തോടൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കളിക്കുവാണ് കുറച്ചാള്. അതിനെന്താ പ്രേക്ഷകർ വരട്ടെ, പ്രേക്ഷകൻ പറഞ്ഞപ്പോൾ പറ്റുന്നില്ല, നെഗറ്റീവ് പറഞ്ഞാൽ പറ്റുന്നില്ല. അതാ എല്ലാവരും പറഞ്ഞു. ഇതിനു മുമ്പ് വരെ തന്നെ വന്നിട്ട് ഇയാൾക്ക് മാത്രം ഒരു പ്രത്യേകത ഉണ്ടാകും. ഈ ഇടയ്ക്കിരുന്നോണ്ട് പറഞ്ഞ നൈസായിട്ട് ബാക്കിയുള്ളവരെ കൂടെ ശ്രദ്ധിച്ചിട്ടുണ്ടാകുന്നു. കൊണ്ട് ഇന്റർവ്യൂവിനെല്ലാം വലിയ ഡയലോഗ്, എന്നിട്ട് അവസാനം അവനായി ജാമായി ഏറ്റവും തറപ്പണി കാണിച്ചു. മനസ്സിലായില്ലേ? അയ്യോ, ഞാൻ ഈ പറഞ്ഞ കരിപ്പെട്ടി ഓടണം തടിയെന്നൊക്കെ വിളിച്ചതിനകത്തൊന്നും എനിക്ക് അതിനകത്ത് എതിർപ്പൊന്നുമില്ല. പക്ഷെ ഇതല്ല പരിപാടി. ഇങ്ങനത്തെ തെറിച്ചപണി ആര് കാണിച്ചാലും പറയണ്ടേ. ഇനി മമ്മൂട്ടി അത്ര വലിയ സംഭവമൊന്നുമല്ല. എന്നെ സംബന്ധിച്ച് മമ്മൂട്ടി മോഹൻലാലൊക്കെ സിനിമാടന്മാരെന്ന് പറഞ്ഞൊരു ഐറ്റം മാത്രമേ ഉള്ളൂ. പിന്നെ അതിനപ്പുറത്തോട്ട് കുറച്ച് കാര്യങ്ങൾ മമ്മൂട്ടി വ്യത്യാസം ഉണ്ടാകുന്നു. പക്ഷെ ഇത് ഈ ഇമ്മാതിരി പണി കാണിക്കാൻ പാടില്ല. അതായത് നമ്മളെയൊക്കെ വന്നിട്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല, ഇങ്ങനെയാണ് പ്രേക്ഷകൻ എന്ന് പറഞ്ഞാൽ അതാണ് അവർക്ക് അതിനുള്ള ഇത് ഞാൻ ഭയങ്കര സംഭവമാണെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നതല്ലാതെ ലാസ്റ്റ് വന്നിട്ട് പഠിക്കാൻ കൊണ്ട് കാലഘട്ടത്തിലൊക്കെ പറയുന്ന ഒരു സാധനമായി പോയത്. അതിനകത്ത് ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, ഇങ്ങനെ ഒരു പണി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും ലോ ലെവൽ പണിയാണ്. മനസ്സിലായോ? അത് ശരിയായില്ല. എനിക്ക് ഞാൻ പറയാം, ഞാൻ ഇങ്ങനത്തെ തന്നെയാ. അല്ല നമ്മളാരും മാന്യനായിട്ടൊന്നും എടുത്തും വന്ന് പ്രത്യക്ഷപ്പെടുന്നൊന്നുമില്ലല്ലോ. എല്ലാ തറപ്പണി എന്തെന്നെ പറ്റി പറഞ്ഞാലും ഓക്കെ ആയിക്കോ, അതിനകത്ത് പകുതിയൊക്കെ ശരിയോ. എല്ലാം ഒന്നും അത്ര കറക്റ്റ് അല്ലെങ്കിൽ എൻ്റെ പല സ്വഭാവമുണ്ട്. അതുകൊണ്ട് ഞാൻ വന്നിട്ട് ഇങ്ങനെ വലിയ സദാചാരം പറയുന്നില്ല, മാന്യത കാണിച്ച് ആരെയും പറ്റിക്കാൻ ശ്രമിക്കുന്നില്ല. അങ്ങനെ നടന്നാൽ മതി. എന്തിനീ പറ്റിക്കാൻ വരുന്നേ? ഇവിടെ നമ്മളായിട്ട് മാന്യന്മാരാന്ന് പറഞ്ഞാണ് ഇവിടെ എല്ലാവരും ജീവിക്കുന്നത്. ഭയങ്കര മാന്യനായിട്ട് എന്ത് കിട്ടാനാ? അന്ന് അത്ര മാന്യനുമല്ല. എല്ലാ തരം പരിപാടികളും കയ്യിലുമുണ്ട് എന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും ചെയ്യുമ്പോൾ അവിടെ നീ അങ്ങനെ ചെയ്ത് ശരിയായില്ലെന്ന് പറഞ്ഞുകൊണ്ടുള്ള പരിപാടി നടത്താറില്ല. ഇവിടെ വേറെ ചില കാര്യങ്ങളെ പറയാറുള്ളൂ, അല്ലാതെ സാധാരണ പരിപാടിയൊന്നും ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. അല്ലേ വേറെ ആരെങ്കിലും എന്തെങ്കിലും സ്വാതന്ത്ര്യത്തിന് ആരെങ്കിലും ചെയ്തിട്ടുണ്ട് അതിനും കെട്ടിക്കൊണ്ടാനൊന്നും പോകാറില്ല. നീ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ പറയായിരിക്കും? അല്ലേ, ശരിയല്ലേ? അയ്യേ, ഓപ്പറേറ്റ് അടിക്കുകയാണ്. ഇവിടുത്തെ ചെറിയ യൂട്യൂബേഴ്സ് പോലും ചെയ്യത്തില്ലത്. ഊച്ചാളികളുണ്ട് യൂട്യൂബർമാരുടെ ഇടയിൽ, പക്ക ഊച്ചാളികളുണ്ട്. അവന്മാർ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ശരിയാ, ചില കമ്പനികൾ അവരുടെ പാട്ടൊക്കെ എടുത്തുകൊണ്ട് ചെയ്യുന്നതിന് വലിയ കുഴപ്പമില്ല. പക്ഷെ ഇതല്ലല്ലോ. ഒരു ഫോട്ടോ കൊണ്ട് എന്താവാൻ? അവർക്ക് നാണക്കേട് ഉണ്ടാക്കുന്നത് ആ ഫോട്ടോ കൊണ്ടല്ല. ഒന്നത് ഫോട്ടോ എഡിറ്റ് ചെയ്ത് കളിയാക്കാൻ ഉപയോഗിച്ചു എന്നുള്ളതല്ല, അല്ലെങ്കിൽ അത് വെച്ച് അപവാദം പ്രചരിപ്പിച്ചു, അതല്ല. ഇതെന്താ സംഭവിച്ചത്? അയാൾ പറഞ്ഞ റിവ്യൂ കറക്റ്റാണ്, അത് സഹിക്കാൻ പറ്റിയില്ല. അങ്ങനെ പറയണ്ടെന്ന് എന്റെ കാശ് പോകുന്നൊക്കെ. നാണമുണ്ട്, ഉളുപ്പുണ്ട്, ഉളുപ്പ് അത്രേ ഉള്ളത്. നാണക്കെട്ടവന്മാര് ശരിക്കും എന്തൊരു നാണക്കേടല്ലേ. ആരൊക്കെ എന്ത് വേണിച്ചല്ലോ. ഇപ്പൊ മോഹൻലാലിനെ പറ്റി പറയുമ്പോൾ പലരും ഇയാളുടെ പേഴ്സണൽ ലൈഫിലോട്ട് ഇറങ്ങിയിട്ടാണ് അങ്ങനത്തെ ഇങ്ങനത്തെ മറ്റേതാ മറിച്ച പുള്ളി ഒരു സ്റ്റേജിന്റെ അവിടെ കണ്ടത് ഇങ്ങനെ കാണിച്ചു അങ്ങനെ കാണിച്ചെന്നൊക്കെ പറയുന്ന സാധനം പോലും പ്രശ്നമുള്ള കേസ് അല്ല ശരിക്കും. ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് പറഞ്ഞില്ലേ, മോഹൻലാൽ അങ്ങനെ അയാളുടെ കൂട്ടുകാരൊന്നും ചെന്ന് മോഹൻലാൽ മമ്മൂട്ടി ശ്രദ്ധിക്കോട്ടിരുന്ന് പറയുന്ന കാലത്ത് ക്യാമറയും കൊണ്ട് വെച്ചിട്ട് അതുകൊണ്ട് പുറത്ത് കാണിച്ചിട്ട് അയാളെ മോശക്കാരനാക്കേണ്ട ആവശ്യം ഇല്ലായിരിക്കും പറഞ്ഞു. അതൊന്നും എടുത്ത് യൂസ് ചെയ്യേണ്ട ഒരു കാര്യമില്ല പലരും. എനിക്ക് എപ്പോഴും ആ ക്യാമറമാനോട് ദേഷ്യം. കാരണം നമ്മളൊക്കെ എല്ലാവരും ഇതൊക്കെ ചെയ്യുന്നതല്ലേ. അതിനകത്ത് ആരാ ഇതിനപ്പുറമല്ലേ എല്ലാവരും ചെയ്യുന്നത്. എല്ലാവരുടെയും പേഴ്സണൽ ലൈഫിലോട്ട് ചെന്ന് നോക്കണം എന്തൊക്കെയായിരിക്കും നടക്കുന്നത്, എന്തൊക്കെയായിരിക്കും ചെയ്യുന്നത്. അതിനൊന്നും ഒരു കുഴപ്പമില്ല. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ അവന്റെ വണ്ടക്കോട്ട് കയറി, മനസ്സിലായില്ലേ, ഒരു ചാൻസ് കിട്ടുമ്പോൾ ഉണ്ടാക്കാൻ നിൽക്കുക. അത് വേറൊരു കൂട്ടം. ഇത് പക്ഷെ അതൊന്നും അല്ല. ഇത് മനസ്സിലായില്ലേ എന്താണ്? ഇത് ഭയങ്കരമായിട്ട് അങ്ങ് ഈഗോയെ ഹേർട്ട് ചെയ്തു. എല്ലാവരും ഒന്ന് നല്ലത് പറയണം, നല്ലതേ പറയത്തുള്ളൂ എന്ന് വിചാരിക്കരുത്. എന്നിട്ട് ഒരാൾ മോശം പറഞ്ഞപ്പോൾ ഉടനെ കയറി മോഹൻലാലിനെ ഒക്കെ ആൾക്കാർ എന്തൊക്കെയാ പറയുന്നത്. ആ കാര്യത്തിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് തോന്നും ഈ യൂട്യൂബ് അല്ലെ മോഹൻലാലിനെ പറ്റി വീഡിയോ എടുത്തതിനകത്ത് മോഹൻലാലിന്റെ വീഡിയോ എടുത്ത് കട്ട് ചെയ്തിരുന്നു, ഫോട്ടോ എടുക്കുന്നു. ഇതുവരെ ആരെയും കോപ്പിറൈറ്റ് അടിച്ച് കൂടിച്ചായിട്ട് കേട്ടില്ല. ഇത് പക്ഷെ ഒത്തിരി തറ ആൾക്കാർ ചെയ്യുന്ന പണിയായിപ്പോയി. ഈ രീതി ഒരു പരിപാടി അവതരിപ്പിച്ചതിൽ നിന്നും മമ്മൂട്ടി മോഹൻലാലിനൊക്കെ തറയാണെന്ന് സംശയമുണ്ട്. ഇപ്പോൾ മോഹൻലാൽ തറപ്പണികളൊക്കെ കാണിക്കും, പക്ഷെ അത് ഒന്നുമില്ല, വെളിച്ചത്ത് വന്നാ കാണിക്കുന്നത്. അയാൾ മറ വെച്ചൊന്നും ചെയ്യാറില്ല അല്ലേ. ഇയാൾ മറഞ്ഞിരുന്നോണ്ട് ഒരുമാതിരി കളി കളിച്ചാൽ ശരിയായില്ല. മോഹൻലാലായാലും ചുമ്മാ ശരി, അത് വേറെ കുറെ പറയാനുണ്ട്, അത് വേറെ ടൈപ്പാ. ഈ മണ്ടത്തരൊക്കെ പറയുന്ന ആളാണേ ഉള്ളൂ. അല്ലാതെ ഇങ്ങനത്തെ ദുഷിപ്പൊന്നുമില്ല. ഇതൊരു മാതിരി അയ്യേ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ വന്നിട്ട് ഓരോരുത്തരുടെ മുന്നിൽ ഇങ്ങനെ നൈസായിട്ട് വന്ന് പണി കൊടുക്കുന്നിടത്ത് അങ്ങനത്തെ ഒരാളായിപ്പോയി. അതാണ് ആ പ്രവൃത്തിയിലുണ്ടായ ഏറ്റവും വലിയ നാണക്കേട്. അത് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. മമ്മൂട്ടിക്കും മമ്മൂട്ടിയുടെ കൂട്ടുകാർക്കും ഒക്കെ മനസ്സിലാവുമെന്ന് എനിക്കല്ല, കമ്പനിക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല.
എന്താണ് ഭയങ്കര ഒരു ഉളുപ്പില്ലാത്ത, തരം താന്ന, ഒരു വിലയില്ലാത്ത, അധപ്പതിച്ച, നിവർത്തി കെട്ട ഒരാൾക്ക് അവസാനമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമാണ് കോപ്പറേറ്റ് അടിച്ച് പൊട്ടിക്കുക. അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ചെയ്ത ആരാധന മമ്മൂട്ടിയാ. വെറും മമ്മൂട്ടിയല്ല, മമ്മൂട്ടി കമ്പനിയാണ്. എടുത്തോണ്ട് പോടാ മയിലുകളെ. ഓരോ കമ്പനിയും മമ്മൂട്ടിയെ കൊണ്ട് ഇറങ്ങിയൊക്കെ പറയാണ്. നാണമുണ്ടോ നിനക്കൊക്കെ? നിനക്കൊക്കെ ഉളുപ്പുണ്ടോടാ? എന്തൊരു ഗതി കിട്ടവന്മാരാ. ശരിക്കും നിങ്ങൾക്ക് ഗതികേട് മനസ്സിലാവാത്തോണ്ടാ. അവിടെ ഇത്ര പൈസയൊന്നും നമ്മളാരും ഉണ്ടാക്കിയിട്ടൊന്നും ഇല്ല, അല്ലെ? ഇത്രയും വലിയ പേരും ഇല്ല. ഞാനൊന്നും വലിയ മമ്മൂട്ടി മോഹൻലാലൊന്നും. പക്ഷെ ഇന്നവരെ കോപ്പിറൈറ്റ് അടിച്ച് ഓടിച്ചിട്ട് തോപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല. അതൊരു അന്തസ്സാണ്, അത്രേ ഉള്ളൂ പറയാൻ. അന്തസ്സില്ലാത്തവർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാകത്തുമില്ല. അതെന്താന്ന് എനിക്ക് അറിയത്തില്ല. ഇവരൊക്കെ എവിടെയോ ഈ ഒരു സ്ഥലത്ത് ജയിക്കാനും തോക്കാനും ഒക്കെ നടക്കുന്നവരെ പോലെ തോന്നി. മനസ്സിലായില്ലേ? ഈഗോ കാട്ടിക്കുന്ന ഇത് അല്ല, ഒന്നുമല്ല. എന്തോ തോറ്റുപോയോ തോന്നിയോ? എന്താ പറ്റിയത്? പെട്ടെന്നൊരു മനസ്സിന് വിഷമം ഉണ്ടായോ? അത് ഇങ്ങനെയൊക്കെയുള്ള വിഷമങ്ങൾ ഉണ്ടാകുന്ന ആർക്കാ?